15 മാസത്തോളം നീണ്ടു നിന്ന യുദ്ധം ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നു എന്ന രീതിയിലൊരു വാർത്ത വരുന്നുണ്ട്. അതായത് വെടിനിർത്തലിനായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ എന്തുകൊണ്ട് ഇസ്രായേൽ ഈ ഒരു യുദ്ധത്തിൽ പരാജയമായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു യുദ്ധം തുടങ്ങുമ്പോൾ ഇസ്രായേൽ പറഞ്ഞിരുന്ന കുറേയധികം ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ നേടിയെടുത്തോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ഹമാസിനെ തുടച്ചു നീക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത്. എന്നാൽ തുടച്ചു നീക്കാൻ സാധിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. അതായത് ഹമാസ് നടത്തിയ ഒരു അറ്റാക്കിൽ 10 ഇസ്രയേലി സോൾജേഴ്സിന് ഇഞ്ചേർഡ് ആകുകയും അവർക്ക് പരിക്ക് പറ്റുകയും 3 ഇസ്രയേലി സോൾജേഴ്സ് മരണപ്പെടുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രസ് TV എന്ന് പറയുന്ന മാധ്യമമാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഹമാസ് എന്ന് പറയുന്ന സംഘടന ഇപ്പോഴും ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവായിട്ട് ഈ റീസെൻ്റ്ലി നടന്ന ഈ ഒരു സംഭവത്തെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ലെബനനിലുള്ള ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയെയും തുടച്ചു നീക്കുമെന്നുള്ള ഇസ്രായേലിൻ്റെ ലക്ഷ്യമായിരുന്നു. അവിടെയും ഇസ്രായേലിന് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീടുള്ളതാണ് യമനിലുള്ള ഹൂതികൾ. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഈ ഹൂത്തികൾ നടത്തുന്ന അറ്റാക്കുകളാണ്. അതായത് ഈ ഹൂത്തികൾക്ക് ഇറാൻ്റെ സപ്പോർട്ട് ഹൂത്തികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാധുനികമായിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളുമാണ് ഹൂത്തികളുടെ കയ്യിലുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അറ്റാക്കാണ് ഇസ്രായേലിന് മേൽ ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ടെൽ അവീവ് ആയിക്കോട്ടെ, ഇസ്രായേലിൻ്റെ ഏത് മുക്കിലും മൂലയിലും വരെ ഹൂത്തികളുടെ മിസൈലുകൾ, അതും ബാലസ്റ്റിക് മിസൈലുകൾ പുഷ്പം പോലെ എത്തുന്നുണ്ട്. റീസെൻ്റായിട്ട് തന്നെ നിരവധി അറ്റാക്കുകൾ അങ്ങനെ ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ നേരിടുന്നുണ്ട്. ഇത്തരം മിസൈലുകൾ അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ ഒരു പരിധിവരെ അത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിക്കാൻ കഴിയുന്നുണ്ട്. എങ്കിൽ പോലും ഇത്തരം മിസൈലുകളെ മൊത്തം തടഞ്ഞിടാനായിട്ട് ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളിവിടെ കാണേണ്ട കാര്യം തന്നെയാണ്. അതായത് ചില വിലയിരുത്തലുകൾ വരുന്നത് ഇസ്രായേൽ എവിടെ വെച്ച് തുടങ്ങിയോ അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്നാണ്. പിന്നെ നേട്ടം എന്ന രീതിയിൽ ഒരു 46,000 പേരുടെ മരണമാണ്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മരണം. അതൊരിക്കലും ഒരു നേട്ടമല്ല. അത് തീർച്ചയായിട്ടും സങ്കടകരമായൊരു കാര്യം തന്നെയാണ്. ഒരു യുദ്ധത്തിൽ ഇത്രയും അധികം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മരിച്ചു വീഴുക എന്നുള്ളത്. അതായത് പ്രതികരിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു ജനതയുടെ മുകളിൽ കൂടെ മിസൈലുകൾ വർഷിക്കുന്നത് ഒരിക്കലും ഒരു നല്ല പ്രവൃത്തിയല്ല. അത് തീർച്ചയായിട്ടും വിമർശിക്കപ്പെടണം. ലോകരാജ്യങ്ങളെല്ലാം തന്നെ അത്തരം പ്രവർത്തികളെ വിമർശിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇസ്രായേൽ സേന വ്യോമമാർഗമല്ലാതെ നേരിട്ട് കരമാർഗം ഗ്രൗണ്ടിൽ കൂടെ ഇസ്രായേലി സേന ഇത്തരം ഓപ്പറേഷനുകൾ, അതായത് യുദ്ധം മുമ്പോട്ട് നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചടികൾ നേരിടുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. അതായത് ഈ ഒരു യുദ്ധത്തിൽ ഏകദേശം 830 ഇസ്രായേലി സൈനികരാണ് മരിച്ചു വീണിരിക്കുന്നത്. അതായത് ഒക്ടോബർ 7 ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. 830 ഇസ്രായേലി സൈനികർ മരിച്ചിട്ടുണ്ട്. പിന്നീട് ഇസ്രായേലിന് എന്തെങ്കിലും ഒരു നേട്ടം എടുത്തു പറയാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതൊരു പേജർ ആക്രമണമാണ്. തീർച്ചയായിട്ടും ഈ ഒരു പേജർ ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ചൊരു നേട്ടമാണ്. അതൊരു ചെറിയ നേട്ടമാണെങ്കിൽ കൂടിയും അതൊരു നേട്ടമായി തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല നേതാക്കളെയും വധിക്കാനായിട്ട് ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ളയുടെ നേതാവായിട്ടുള്ള നസ്രുള്ളയെ വധിക്കാനായിട്ട് ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നസ്രുള്ള മാറിയപ്പോൾ അതിന് പകരമായിട്ട് മറ്റൊരു വ്യക്തി, അതായത് നെയിം കാസിം ആ ഒരു സ്ഥാനത്തേക്ക് വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. അതിനിടെയാണ് ഇസ്രായേൽ ഇറാൻ പോലെയുള്ള ഒരു ശക്തമായ രാജ്യവുമായിട്ട് ഏറ്റുമുട്ടാൻ നിന്നത്. അതായത് ഈ 2 രാജ്യങ്ങളും ഇസ്രായേലും ഇറാനും പരസ്പരം മിസൈലുകൾ അയച്ചാണ് മിഡിൽ ഈസ്റ്റ് ആ ഒരു മേഖല മുഴുവൻ ഒരു ഭയത്തിൻ്റെ നിഴലിലാക്കിയത്. കാരണം ഇസ്രായേലും ഇറാനും നേർക്കുനേർ വന്നാൽ ഈ ഒരു മരണസംഖ്യ ഇവിടെയൊന്നും നിൽക്കില്ല. ഈ യുദ്ധം വളരെ വലിയ രീതിയിൽ വ്യാപിക്കാനും അത് കാരണമാകും. എന്നാൽ ആശങ്കപ്പെട്ട പോലെ ആ ഒരു 2 രാജ്യങ്ങളും പരസ്പരം മിസൈലുകൾ അയച്ചതല്ലാതെ ആ ഒരു സംഘർഷം കൂടുതൽ മുമ്പോട്ട് പോയില്ല എന്നുള്ളത് ആശ്വസിക്കാൻ കഴിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഇറാനുമായിട്ട് ഡയറക്റ്റ് ഒരു സംഘർഷം, ഒരു യുദ്ധം തീർച്ചയായിട്ടും ഇസ്രായേലും ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലുള്ള വിലയിരുത്തലും വരുന്നുണ്ട്. അതിനിടെ ഇസ്രായേലിന് നാണക്കേടായ മറ്റൊരു വാർത്തയായിരുന്നു നെതന്യാഹുവിൻ്റെ വീടിന് നേരെയുണ്ടായ അറ്റാക്കുകൾ. അതായത് ഒരു പ്രാവശ്യമല്ല അറ്റാക്ക് ഉണ്ടായത്, 2 പ്രാവശ്യമാണ് ഇസ്രായേലി പ്രൈം മിനിസ്റ്ററുടെ വീടിന് നേരെ അറ്റാക്ക് ഉണ്ടായത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഒരു യുദ്ധം സാമ്പത്തികമായും ഇസ്രായേലിനെ വളരെയധികം തളർത്തിയ ഒരു യുദ്ധമാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്.
ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹമാസ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് അയക്കുന്ന ഒരു റോക്കറ്റ് അതിനിപ്പോൾ $200 തൊട്ട് $300 വരെയാണ് വില വരുന്നത്. അതായത് നമ്മുടെ ഒരു രൂപയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 18,000 രൂപ ഏകദേശം എന്നുള്ളത് ഞാനിവിടെ പറയുന്നുണ്ട്. എന്നാൽ ഇത്തരമൊരു മിസൈലിനെ കണ്ടെത്തി നശിപ്പിക്കാനായിട്ട് ഇസ്രയേലിന് വേണ്ടി വരുന്നത് $50,000 അതായത് ഏകദേശം ഒരു 43 ലക്ഷം രൂപയാണ് ഇസ്രയേലിന് വേണ്ടി വരുന്നത്. അവിടെ തന്നെ നമുക്ക് ആ വ്യത്യാസം കാണാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സാമ്പത്തികമായിട്ട് ഇസ്രയേലിനെ നടുവൊടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നീട് ഇസ്രയേലിനുണ്ടായിരുന്ന ആകെ ആശ്രയം എന്ന് പറയുന്നത് അമേരിക്ക കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. അമേരിക്ക ഏത് കാര്യത്തിനും ഇസ്രയേലിൻ്റെ കൂടെ തന്നെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിച്ചു. എന്തായാലും വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്നൊരു വാർത്തയാണ് വരുന്നത്. തീർച്ചയായിട്ടും നല്ല കാര്യം. ആ ഒരു മേഖലയിൽ, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ കുറച്ച് നാളത്തേക്കെങ്കിലും അത് കൂടുതൽ കാലത്തേക്ക് നീണ്ടു നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു സമാധാനം ഉണ്ടാകുമെന്നുള്ളത് വളരെയധികം നല്ല കാര്യമാണ്. ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺമുന്നിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നതേ ഉള്ളൂ. അത് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അല്ലാതെ എനിക്കൊരു രാജ്യത്തോടോ അങ്ങനെ ഒരു വിരോധമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അവരുടെ ചെയ്തികളോട് തീർച്ചയായിട്ടും എതിർപ്പുണ്ട്. അത് ഞാൻ പറയുക തന്നെ ചെയ്യും.